ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങിയാലോ? അതിന് മുമ്പ് നമുക്ക് പാറുവിൻ്റെ ഒരു പാട്ട് കേൾക്കാം. പാടിക്കോ. പണ്ടിലൊടി തട്ടി മുട്ടി 3 വരെ മയത്തായി ആംബുലൻസ് ചിരിപ്പായുന്നേ. നാട്ടിലാണേ പാമ്പ് കടി, വീട്ടിലാണേ കൊതുകടി, സ്കൂളിലാണേ ചൂരലടി ടീച്ചർ. വീഡിയോ എടുക്കുകയെന്ന് മനസ്സിലായപ്പോൾ തന്നെ പാറുവിന് വാശിയായിരുന്നു പാട്ട് പാടണമെന്ന്. അങ്ങനെ പാടിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വേഗം പണികളൊക്കെ തീർത്ത്, കാരണം ഞാൻ ഇന്ന് പുറത്ത് പോകുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോകുന്നുള്ളൂ. എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. കുറേ കാലമായിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അവസാനം ഇപ്പോഴാണ് അത് സംഭവിച്ചത്, ഇന്ന് സാറ്റർഡേ. അപ്പോൾ എവിടെ പോകണം എന്നുള്ള ഡിസ്കഷനായിരുന്നു. അവസാനം ഫോറം മോളിൽ പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ സാധിക്കുക, നമ്മുടെ ആ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോഴത്തേക്കും സമയം പോകുന്നത് അറിയില്ല. എത്ര നേരം വേണമെങ്കിലും നമുക്ക് അവരുടെ കൂടെ ഇരിക്കാം, സംസാരിക്കാം, ടൈം സ്പെൻഡ് ചെയ്യാം. പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലെങ്കിലും അവരോട് എന്തെങ്കിലുമൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ടാവും. അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ കിട്ടുക, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു അനുഗ്രഹമല്ലേ? അങ്ങനെയുള്ള കുറച്ച് ഫ്രണ്ട്സ് ദൈവങ്ങളുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഉണ്ട്. ഒരുപാടൊന്നുമില്ല, കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. പക്ഷേ ആ ഫ്രണ്ട്സ് എനിക്ക് വളരെ പ്രഷ്യസാണ്. ഈ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുക പറയുമ്പോഴത്തേക്കും ആദ്യം എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്പോട്ടിൽ പോയാലോന്ന് ചോദിച്ചു. പക്ഷേ ഫുഡ് കഴിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് കുറച്ച് നേരമല്ല കുറേ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങണമല്ലോ. അങ്ങനെയാണ് ഫോറം മോളിൽ വെറുതെ കറങ്ങി നടന്ന് സംസാരിക്കാം, അവിടെ എവിടെ വേണമെങ്കിലും ഇരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചത്. അങ്ങനെ വേഗം തന്നെ പടിയെല്ലാമായിട്ട് റെഡിയാവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പേർപ്പിളിൽ 1-2 പുതിയ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്ത് പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ. പേർപ്പിളിൽ ഇത് പെട്ടെന്ന് തന്നെ വന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ് ഓർഡർ ചെയ്തത്, പിന്നെ NY Beiൻ്റെ ഐലൈനറും. അപ്പോൾ ഈ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കോമൻസിലും ഇട്ടേക്കാം. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ മേടിക്കാം കേട്ടോ. ബ്ലഷ് വളരെ നല്ലതാണ്, നല്ല പിഗ്മെൻറ്റഡ് ആണ്. ഐലൈനറും അടിപൊളിയാണ്. സാധാരണ എൻ്റെ ഫ്രണ്ട്സിൽ ഞാനാണ് എപ്പോഴും എവിടെ ആയാലും ആദ്യം എത്തുക. പക്ഷേ ഇന്ന് 11:30 എത്താൻ പറഞ്ഞിട്ടും എത്തിയത് ഞാൻ 12 മണിക്കാണ്. പോകുന്ന വഴിക്ക് മുഴുവൻ ബ്ലോക്കായിരുന്നു. അത് കാരണം എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. അങ്ങനെ അവസാനം എത്തിയിട്ടോ. കുളിച്ചിട്ട് നേരെ റെഡിയായിട്ടങ്ങ് പോവുമായിരുന്നു. മുടിയിൽ നിന്നൊക്കെ വെള്ളം ഒഴുകുമായിരുന്നു. അങ്ങനെ ലേറ്റായെങ്കിലും അവസാനം ഫോറം മോളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ 2 വീലർ കയറുന്ന വഴിയുണ്ടല്ലോ, ആ വഴി കയറിയിട്ട് വണ്ടി വെക്കാൻ നോക്കിയത് അവിടെ കുറച്ച് വേക്കൻറ്റ് സ്പോട്ട് ഉണ്ടായിരുന്നു. ആ വേക്കൻ്റ് ആയിട്ടുള്ള സ്പോട്ടിൽ വണ്ടി വയ്ക്കാൻ പോയപ്പോഴത്തേക്ക് അവർ പറയുക അവിടെ ഓൺലൈൻ ബുക്കിംഗ് ചെയ്തേക്കുന്നവരാണ് അവിടെ വണ്ടി വെക്കുന്നതെന്ന്. പിന്നെ ഫോറം മോളിൻ്റെ കറങ്ങി ഓൾ ദ വേ അങ്ങനെ കറങ്ങി ബാക്കിൽ ഒരുപാട് പോയിട്ടാണ് വണ്ടി വയ്ക്കാനൊരു സ്ഥലം കിട്ടിയത്. അവിടെ വെച്ച് പിന്നെ ധൃതി പിടിച്ചതിന് വേഗം അകത്തേക്ക് കയറി. അപ്പോൾ 2 പേരും അവിടെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. ഈ 2 പേര് ആരാന്നല്ലേ? എൻ്റെ ഫ്രണ്ട്സ് മഞ്ജു, ധനലക്ഷ്മി വളരെ അടിപൊളിയായിട്ടൊരു ഡാൻസറാണ്, ഡാൻസ് ടീച്ചറാണ്. നല്ല അടിപൊളിയായിട്ടൊരു ഡാൻസ് കളിക്കും. ഞങ്ങളുടെ ഈ ഗ്യാങ്ങിൽ ഞങ്ങൾ 4 പേരാണുള്ളത്. പക്ഷേ ഇന്ന് 4ാമത്തെ ആൾ വന്നില്ല. കുറച്ച് പേഴ്സണൽ റീസൺസ് ആയിരുന്നു, അതാണ് വരാൻ പറ്റാതിരുന്നത്. അത് ഞങ്ങൾക്കൊരു വിഷമമാണ്. പക്ഷേ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള റീസൺസ് കാരണം ആൾക്ക് വരാൻ സാധിച്ചില്ല. പിന്നെ ഞങ്ങൾ തന്നെ കൂടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യമേ തന്നെ ഞങ്ങൾ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിച്ചില്ല. അവിടെ ഇരുന്ന് വർത്താനം പറിച്ചില്ലായിരുന്നു. കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. വർത്താനം കഴിഞ്ഞപ്പോഴത്തേക്ക് വിശന്ന് തുടങ്ങി. എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നമ്മുടെ ഫോറം മോളിൻ്റെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റില്ലേ, അവിടെ പോയിട്ടാണ് ഫുഡ് മേടിക്കാമെന്ന് വിചാരിച്ചത്. അവിടെ ആകുമ്പോൾ കുറച്ച് വിലക്കുറവിൽ കിട്ടുമല്ലോ ഫുഡ്, അതുകൊണ്ട്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. ഫുഡ് കോർട്ടിലും അതെ, അധികം ടേബിൾസ് ഒന്നും വേക്കൻ്റ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ടേബിൾസൊക്കെ വേക്കൻ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളൊരു സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ ഇരുന്നു. വർത്താനം പറഞ്ഞ് മതിയായില്ല, എന്നാലും മതിയാക്കി തൽക്കാലത്തേക്ക്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഓരോരുത്തരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരത്തേക്ക് നല്ലോണം വിശന്നു. എന്നാൽ പിന്നെ അവസാനം ഫുഡ് കഴിക്കാൻ തന്നെ പോയാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ എണീറ്റ് നടന്ന് നമ്മുടെ എന്തായിരുന്നു ഹൈപ്പർ മാർക്കറ്റിലേക്ക് എത്തി. അവിടെ വന്ന് ഫുഡ് മേടിക്കാനായിട്ട് നിന്നു. അവിടെ നല്ല തിരക്കായിരുന്നു ഫുഡ് മേടിക്കാനായിട്ട്. ഫുഡായിട്ട് ഞങ്ങളവിടെ പോയി നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അവസാനം ഞങ്ങൾ ചെട്ടിനാട് ബിരിയാണി മേടിച്ചിട്ട് ബീഫ് റോസ്റ്റും മേടിച്ചു. രണ്ടും മേടിച്ചിട്ട് ഞങ്ങൾ ബില്ല് കൊടുത്തിട്ട് തിരിച്ച് ഫുഡ് കോർട്ടിൽ വന്നു. അപ്പോൾ കഴിക്കാനായിട്ട് പേപ്പർ പ്ലേറ്റ്സും എടുത്തു,
വെള്ളവും മേടിച്ച് സ്പൂണും മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഫുഡ് കോർട്ടിലേക്ക് വന്നപ്പോൾ തിരിച്ച് അവിടെ വീണ്ടും ടേബിൾസ് ഒന്നും വേക്കൻ്റ് അല്ലായിരുന്നു. പിന്നെ ഓടി നടന്ന ഒരു ടേബിൾ കണ്ടുപിടിച്ചിട്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറങ്ങാമെന്ന് വിചാരിച്ച് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വല്ല ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം, മേടിക്കാം എന്നൊക്കെ വിചാരിച്ചാണ് നടന്നത്. അപ്പോൾ ധനുവിനും മഞ്ജുവിനും എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നു, കൂടെ ഇരിക്കും. അപ്പം ഞാൻ മെയിനായിട്ട് നോക്കിയത് ഫോമൽസ് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഫോമൽസ് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാക്സി കയറിയപ്പോൾ അവിടെ ഫോമൽസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നല്ല ടീഷർട്ട്സും ടോപ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു, നല്ലതായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ലൈഫ് സ്റ്റൈലിൽ കയറിയപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലൈഫ് സ്റ്റൈലിൽ. പക്ഷേ ഫോമൽസ് മേടിച്ചപ്പോഴേക്കും എൻ്റെ ബഡ്ജറ്റിന് ഒതുക്കൂലായിരുന്നു. കുറച്ച് കത്തിയായിരിക്കും, അങ്ങനെയാണല്ലോ അവിടുത്തെ റേറ്റ്. അത് എൻ്റെ ബഡ്ജറ്റ് അങ്ങനെ ആയതുകൊണ്ടാണ് കുറച്ച് കത്തിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് മേടിച്ചില്ല, ഓൺലൈനിൽ തന്നെ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കാനായിട്ട് ബിരിയാണി മേടിച്ചു, ബീഫ് റോസ്റ്റ് മേടിച്ചു. അതായിട്ട് കഴിക്കാൻ വേണ്ടി ഫുഡ് കോർട്ടിൽ വന്ന് ചെയറിലിരുന്നപ്പോഴാണ് തോന്നുന്നത് എന്തെങ്കിലും മധുരം കൂടി മേടിക്കാമായിരുന്നല്ലോ എന്ന്. അങ്ങനെ മധുരം മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ ധനു പറയുന്നത് മെക്ഡയിൽ പോയിട്ട് എന്തോ ഓറിയോൻ്റെ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അത് പറഞ്ഞു, അത് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി എനിക്ക് ഓറിയോ ബിസ്ക്കറ്റൊന്നും ഒട്ടും ഇഷ്ടമുള്ള ആളൊന്നുമല്ല, പക്ഷേ ഇത് കഴിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതും മേടിച്ച് കഴിച്ച് കുറച്ച് നേരം അവിടെ വീണ്ടും ഇരുന്ന് വർത്താനം പറഞ്ഞു, കുറച്ച് കത്തിയൊക്കെ പറഞ്ഞു. മോളിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നൊന്നും അറിയില്ലല്ലോ. പുറത്ത് മഴ പെയ്തതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. നല്ല അടിപൊളി മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, കാരണം അതായിട്ട് വഴിയിലൊക്കെ നല്ല വെള്ളക്കെട്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും വീഡിയോ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ.